കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നേന്ത്രപ്പഴം കൊണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടയാണ്. ഇത് വളരെ ഹെൽത്തിയാണ്, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത പഴമായിരിക്കണം, അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പഴുപ്പ് കുറഞ്ഞതാണെങ്കിൽ നമ്മൾ അട തയ്യാറാക്കുമ്പോഴേക്കും ചെറിയൊരു പുളിപ്പുരസം ഉണ്ടാവും. അതുകൊണ്ട് നന്നായിട്ട് പഴുത്ത പഴം തന്നെ നോക്കിയെടുക്കണം. പുറമെ കറുത്തുപോയ പഴമാണെങ്കിലും അട തയ്യാറാക്കാനായിട്ട് നല്ലതാണ്. പിന്നെ വേണ്ടത് 1.5 കപ്പ് ശർക്കരയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടൊന്ന് പാനിയാക്കിയെടുക്കാം. പിന്നെ വേണ്ടത് 1 കപ്പ് ചിരകിയ തേങ്ങയും ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി. ഗോതമ്പ് പൊടി 1.25 കപ്പോളം ഉണ്ട്. ഇനി നമുക്ക് ഈ പഴത്തിൻ്റെ ഉള്ളിലെ അരിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇത് മിക്സിയിൽ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി കൂടി ചേർത്തിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ 1/2 ടീസ്പൂൺ നിറച്ചും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി കുറേശ്ശെ ഗോതമ്പ് പൊടി ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇത് 1.25 കപ്പോളേ ഉള്ളൂ. നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നനവ് കൂടുതലാണെങ്കിൽ കുറച്ചുകൂടി ഗോതമ്പ് പൊടി ചേർത്തൊന്ന് കുഴച്ചെടുത്താൽ മതി. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. കൂടുതൽ കട്ടിയായിട്ട് കുഴച്ചെടുത്താൽ അടയും വെന്ത് കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ടിരിക്കും. ഈ ഒരു അയഞ്ഞ പരുവത്തിലാണെങ്കിൽ വെന്ത് കഴിയുമ്പോൾ അടയും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അട തയ്യാറാക്കിയെടുക്കാം. ഞാനിത് ബട്ടർ പേപ്പറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. വാഴയില കിട്ടാനില്ലാത്തവർക്കാണെങ്കിൽ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കാം, അല്ലെങ്കിൽ വാഴയിലയിൽ തയ്യാറാക്കിയെടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റും മണമൊക്കെ ഉണ്ടാവും. കണ്ട് ഈ വലുപ്പത്തിൽ വേണം ബട്ടർ പേപ്പർ മുറിച്ചെടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മാവ് വെച്ച് കൊടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് സ്പേസ് ഉണ്ടായിരിക്കണം. ഇനി ആദ്യം ഇവിടെ നിന്ന് മടക്കി കൊടുക്കാം. കണ്ടോ, ഇത് ഒട്ടിയിരുന്നോളും. ഇനി ഇങ്ങോട്ട് തിരിച്ച്, എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി തിരിച്ചു വെച്ചിട്ട് ആ ഒരു ഷേപ്പ് കിട്ടാനായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ 2 സൈഡും മടക്കി കൊടുക്കണം. എന്നിട്ട് ഈ വശം താഴെ വരുന്ന രീതിയിൽ വെച്ച് വേണം അട വേവിച്ചെടുക്കാൻ. അപ്പോൾ ഈ ബട്ടർ പേപ്പർ തുറന്നും വരില്ല, മാവ് ഒട്ടും തന്നെ പുറത്തും ചാടില്ല. കണ്ടോ, ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കിയെടുക്കാം. ഇനി ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് ആവി വരാൻ തുടങ്ങുമ്പോഴേക്കും നമുക്കിത് അടച്ച് വെച്ചൊരു 20-25 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. കണ്ടോ, ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ അടയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്, ഒട്ടും തന്നെ കട്ടിയൊന്നുമില്ല. നല്ല കനം കുറഞ്ഞ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നന്നായിട്ട് പഴുത്തു പോയ നേന്ത്രപ്പഴമൊക്കെ ബാക്കി വന്നാൽ അത് കളയാതെ ഇതുപോലെ ഒന്ന് അട തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ഹെൽത്തിയാണ്, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഒരു 4 മണി പലഹാരമായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നമുക്കിനി മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും നന്ദി.